بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് കഴിവിന്റെ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണം, ശ്രമിക്കണം എന്ന് ഞാൻ എന്നോടും അല്ലാഹുവിന്റെ ഭവനത്തിൽ വന്നു ചേർന്ന നമ്മളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിമായി, മുഅ്മിനായി, മുഖ്ലിസായി ജീവിച്ച്, മുവഹ്ഹിദായി ജീവിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം സർവശക്തനായ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മള് വെറുമൊരു മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, മുഅ്മിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പലപ്പോഴായി നിങ്ങൾ കേട്ടിട്ടുണ്ട്, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളല്ല. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനുകളല്ല. ലോകത്തുള്ള എല്ലാ മുഅ്മിനുകളും മുസ്ലിങ്ങളാണ്. ഒരാൾ മുസ്ലിം എന്ന പേര് അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അറിയപ്പെട്ടതുകൊണ്ട് അയാൾ മുഅ്മിനായിക്കൊള്ളണമെന്നില്ല. അല്ലാഹു നമുക്ക് നമ്മുടെ ഈമാനിനെ നിലനിർത്തി അതിലൂടെ കിട്ടുന്ന അമ്ന്, നിർഭയത്വം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഈ മതം ലോകാവസാനം വരെ ഈ മതത്തിലേക്ക് ഇനി ഒന്നും കൂട്ടാനില്ല, ഒന്നും കുറക്കാനുമില്ല. അതാണ് ഈ മതത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം ലോകത്ത് വേറെ ഇല്ല. വേറെ എന്തുണ്ട്? മനുഷ്യന് അല്ലാഹു നൽകിയ ബുദ്ധിയുടെ അല്ലെങ്കിൽ അവന്റെ തലയോട്ടിക്കുള്ളിൽ സംവിധാനിച്ച തലച്ചോറിന്റെ 10% പോലും ലോകത്ത് ഇന്ന് വരെ ജീവിച്ച് മരിച്ചുപോയ അറിയപ്പെട്ട സയന്റിസ്റ്റുകൾ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ. 10% പോലും ഉപയോഗിച്ചിട്ടില്ല ലോകത്ത് അറിയപ്പെട്ട സയന്റിസ്റ്റുകൾ. അത്ര ബൃഹത്തായ സംവിധാനമാണ് അല്ലാഹു തആല മനുഷ്യന് നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ മതം എന്ന് പറയുന്ന അൽ ഇസ്ലാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം അല്ലാഹു പൂർത്തിയാക്കി തന്നതാണ്. ഇനി നമ്മളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇതിലേക്കൊന്ന് കൂട്ടാനോ കുറക്കാനോ അധികാരമില്ല. അതാണ് ഈ മതത്തിന്റെ പ്രത്യേകത. അത് ലോകാവസാനം വരെ അല്ലാഹു തആല നിലനിർത്തും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം. 1400 ചില വർഷങ്ങളായില്ലേ ലോകം ഇത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്.
എന്തൊക്കെ വെല്ലുവിളികളാണ്, എന്തൊക്കെ വർത്തമാനങ്ങളാണ്, എന്തൊക്കെ വാക്കുകളാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ അതിന്റെ തെളിച്ചം വർദ്ധിക്കുകയല്ലാതെ കെടുത്താൻ ആർക്കെങ്കിലും സാധിച്ചോ? സാധിക്കുകയില്ല. അത് അള്ളാഹുവിന്റെ കലാമാണ്. അതിനെ സംരക്ഷിക്കാൻ അള്ളാഹു ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. നമ്മളാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കതിനോടൊരു കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്. അതെന്താ? അത് പഠിക്കുക, മനസ്സിലാക്കുക, പാരായണം ചെയ്യുക, അതനുസരിച്ച് ജീവിക്കുക. നമ്മളതിനെ മാറ്റി നിർത്തിയോ അഗണ്യ കോണിലേക്ക് തള്ളിക്കളഞ്ഞോ അതിനുള്ള തിക്ത ഫലം നാളെ നമ്മൾ അനുഭവിക്കും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാതെ ആ ഗ്രന്ഥത്തിനോ അള്ളാഹുവിന്റെ കലാമിനോ ഒരു കോട്ടം സംഭവിക്കില്ല. ഞാൻ പറയുന്നത് ഈ മതം വളരെ സുതാര്യമാണ്, സുവ്യക്തമാണ്, തെളിഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ കൂട്ടത്തിൽ വലിയൊരു ബുദ്ധിജീവി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് മാറ്റി പറയാനുണ്ട്. ഇല്ല, അനുവാദമില്ല, പറയാൻ സാധ്യവുമല്ല. അതാണ് ദീനിന്റെ പ്രത്യേകത. ഈ ദീന് മനുഷ്യരിലേക്ക് അള്ളാഹു തആല ഇറക്കുമ്പോ മനുഷ്യനെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യപുത്രന്മാരെ, മനുഷ്യരെ അള്ളാഹു ആദരിച്ചു എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ലോകത്ത് എത്രയോ കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഈ മനുഷ്യന്റെ വിവേചന ശക്തി, ബുദ്ധി എല്ലാം മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരോടും ഒരുമിച്ച് കൂടിയത്. നമ്മൾ ഈ അർത്ഥത്തിൽ വസ്ത്രാണിഞ്ഞത്. നാക്കാലികൾ, മറ്റു ജീവജാലങ്ങൾ ഒന്നും ഇങ്ങനെയല്ല. മനുഷ്യനെ പ്രത്യേകം ആദരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ചോദിച്ച ചോദ്യം ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. എന്നിട്ട് ആയത്ത് അവസാനിപ്പിച്ച അല്ലാഹു എന്താ പറഞ്ഞത്? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. കണ്ടോ, അവിടെ ബുദ്ധി കൊടുത്ത് ഉറ്റാലോചിക്കുന്ന ആളുകൾ, അവര് ബുദ്ധിയുള്ള ആളുകളാണ്, ചിന്തിക്കുന്ന ആളുകളാണ്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. നമ്മളെ കൂട്ടത്തിൽ പഠിച്ചവരും പഠിക്കാത്തവരും ഒരുപോലെയാണോ? എന്ത് പഠിച്ചത്? ഇവിടെ ഈ സദസ്സിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, വ്യത്യസ്തമായ തസ്തികയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ വലിയ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുന്നവരാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ പടച്ചവന്റെ കോടതിയിൽ നമ്മുടെ ഇൽമ് ബിഗ് സീറോ ആണ്. എന്താ കാരണം? ഭൗതികമായി പഠിക്കേണ്ടേ പഠിക്കണം, നന്നായിട്ട് അറിവ് നേടണം. കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയിൽ നമുക്ക് ചെന്നു കയറാം. അനുവദിക്കപ്പെട്ട രീതിയിലൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാം, അതിനൊന്നും തർക്കമില്ല. പക്ഷെ അള്ളാഹിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒരു ബോധമില്ലെങ്കിൽ അവന്റെ ഇൽമ് അത് ബിഗ് സീറോ ആണ് നാളെ പരലോകത്ത്. വേറെ എന്ത് ഉപകാരം ഉണ്ടാവുക? ഇവിടെ മക്കളെ പോറ്റ വലിയ സാലറി വാങ്ങിയെന്നല്ലാതെ, ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ കുറെ പണം കിട്ടി എന്നതല്ലാതെ, മരണാനന്തരം ഈ ഇൽമ കൊണ്ട് പ്രിയപ്പെട്ടവർ നമുക്ക് എന്ത് ഉപകാരം കിട്ടും? അപ്പൊ ഭൗതികമായ ഇൽമ നമ്മെ ചൊവ്വായ നേരായ ദിശയിൽ നടത്താൻ ഉപകാരപ്പെടുത്തുന്നുണ്ട്. കാര്യങ്ങളെ പെട്ടെന്ന് ഗ്രഹിക്കാനും ക്യാച്ച് ചെയ്യാനൊക്കെ ഉപകരിക്കും നമ്മുടെ ബുദ്ധിശക്തി. അതൊക്കെ ഉപയോഗിച്ചിട്ട് പരലോകത്തിലേക്കുള്ള കോപ്പുകൾ ഒരുക്കാനാണ് മനുഷ്യൻ തയ്യാറാവേണ്ടത്. പഠിക്കണം, നന്നായിട്ട് എല്ലാം പഠിക്കണം, അതിലൊന്നും തർക്കമില്ല. അപ്പൊ ഇവിടെ ചോദിച്ച ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ എന്ന് ചോദിക്കുന്നത് നമ്മൾ പഠിച്ച ഫിസിക്സിനെ കുറിച്ചും കെമിസ്ട്രിയെ കുറിച്ചും ബയോളജിയെ കുറിച്ചും ഭൗതിക ശാസ്ത്രത്തെ കുറിച്ചും ഒക്കെയുള്ള ഒരു ചോദ്യമായി അവസാനിക്കുന്നുണ്ടോ? അല്ല. അതിനപ്പുറം അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്ത് നേടി? അതനുസരിച്ചായിരിക്കും നമ്മുടെ അമലുകൾ ഉണ്ടാവുക, നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. അബൂ ദർദാ പറയുകയാണ്, തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ ഖിയാമി ലൈല. ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ ഉപകാരപ്പെടും ചിലപ്പോ അള്ളാഹിനെ കുറിച്ച് കേട്ടോ കുറച്ച് സമയം ചിന്തിക്കാൻ. വേറെ ഒന്നും ആലോചനയൊന്നുമില്ല, അള്ളാഹിനെ കുറിച്ച് അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്.
എന്താ ചിന്തക്കും ആലോചനക്കൊക്കെ ഇസ്ലാമിൽ വളരെ വലിയ പ്രാധാന്യമുണ്ടെന്നും ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ നെയ്യത്തും നമ്മുടെ കരുതലുകളും വളരെ ജാഗ്രതയോടുകൂടി നിർവഹിക്കണമെന്നും ഇത് എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരാനാണെന്ന മോഹവും അഭിലാഷവും ആഗ്രഹവും വെച്ചുകൊണ്ടായിരിക്കണം. ഇതിനൊന്നും ഇതൊക്കെയാണ് വേണ്ടതെന്ന് ഇസ്ലാം പറഞ്ഞത്. ഒരു കാര്യത്തെ കേൾക്കുമ്പോ ചിന്തിക്കുക, ഒരു പ്രസംഗം കേൾക്കുമ്പോ ആലോചിക്കുക, ഒരു വിഷയത്തെ കേൾക്കുമ്പോ പഠിക്കുക. ഞങ്ങൾ മുമ്പേ കേട്ടു വന്നതാണ് ശരി, ഇനി പഠിക്കാനും വായിക്കാനും ചിന്തിക്കാനൊന്നും ഞങ്ങളില്ല എന്നല്ല. മനുഷ്യന്റെ ക്വാളിറ്റിയാണ് കേൾക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുക, പഠിക്കുക, ചിന്തിക്കുക എന്നുള്ളത്. ആ ചിന്തക്ക് നല്ല പ്രാധാന്യമാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ചിന്തയെ മരവിപ്പിച്ച് കളയുന്ന ഒന്നാണ് ലഹരി, മദ്യം. ഇസ്ലാം എല്ലാ ലഹരിയെയും ഖംർ എന്നാ വിളിച്ചത്. എല്ലാ ലഹരിയെയും ഖംർ എന്നാ വിളിച്ചത്. ഹദീസിലൂടെ പോയാൽ കാണാം, കുല്ലു മുസ്കിരിൻ ഖംറിൻ. ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ എല്ലാം ഖംറാണ്. ഖുർആനില് ആ അൽ ഖംർ എന്ന പ്രയോഗം തഫ്സീറുകൾ അർത്ഥം കൊടുക്കുമ്പോൾ മദ്യം എന്നർത്ഥം കൊടുത്തിട്ടുണ്ടാവും. കുറച്ചുകൂടി അതിനെ വിശകലനം ചെയ്ത പണ്ഡിതന്മാരെല്ലാവരും അത് ഏതൊക്കെ ലഹരിയുണ്ടോ എല്ലാം ഖംറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുല്ലു മുസ്കിരിൻ ഖംറിൻ, ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഖംറാണ്, മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഇത് കള്ളല്ല എന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ പറ്റൂല, ഇത് കള്ളല്ല എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. ലഹരി ഉണ്ടാക്കുന്ന പൊടിയാകാം, ലഹരി ഉണ്ടാക്കുന്ന ആ വെള്ളമാകാം, പാനീയമാകാം, ജ്യൂസാകാം, എന്തുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനല്ലാതെ അതിന് കള്ളെന്ന് പേരിടേണ്ട ആവശ്യമില്ല. ലഹരി ഉണ്ടാക്കുവോ എന്നത് പ്രശ്നമാണ്. എന്താ പറഞ്ഞത്? കുല്ലു മുഖമ്മിരിൻ ഖംറിൻ, മനുഷ്യന്റെ ബുദ്ധിയെ മൂടിക്കളയുന്നതെല്ലാം ലഹരിയാണ്, മദ്യമാണ്. മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഖംറാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. വമൻ ശരിബ മുസ്കിറൻ, ആരെങ്കിലും ലഹരി ഉണ്ടാക്കുന്ന വല്ലതും കുടിച്ചു പോയാൽ ബുഖിസത്ത് സ്വലാത്തുഹു 40 സബാഹ, അവന്റെ 40 പ്രഭാത നമസ്കാരങ്ങൾ പടച്ചവൻ ഡിലീറ്റ് ചെയ്യും. തമാശയത്, ലഹരി ഉണ്ടാക്കുന്ന ഒന്ന് ഉപയോഗിച്ചാൽ അവന്റെ നമസ്കാരങ്ങൾ നഷ്ടപ്പെടുകയാണ്, അവന്റെ ഇബാദത്തിനെ ബാധിക്കുകയാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന വചനമാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ദൗർബല്യമുള്ള നിലയിലാണ് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. ഖുർആൻ ആയത്ത് നമ്മൾ ഒരു ഖുതുബയുടെ ഹെഡിങ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖുലിക്കൽ ഇൻസാനു വഈഫ, മനുഷ്യൻ ദുർബലനാക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു ദൗർബല്യമുള്ള നിലയിലാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ അത് നമ്മൾ സ്വീകരിക്കുന്നു. അവിടെ നമ്മുടെ ബുദ്ധിക്കൊന്നും പ്രസക്തിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം, ചിന്തിക്കാം, എവിടെ പറഞ്ഞു എന്ന് അന്വേഷിക്കാം, പഠിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഒരു കാര്യം പറയാണ്, ഞാൻ ഒറ്റ രാത്രി കൊണ്ട് 7 ആകാശത്ത് പോയി വന്നു. അവിടെ ബുദ്ധിക്ക് പ്രസക്തിയില്ല. മനസ്സിലായോ? പറഞ്ഞതാരാണ്? അള്ളാന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് കളവ് പറയില്ല. ഒറ്റ രാത്രി കൊണ്ട് 7 ആകാശത്ത് പോയി വരെ തിരിച്ചു ചോദ്യമില്ല. അത് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ഒരു കാര്യം തന്റെ ഇച്ഛപ്രകാരം പറയില്ല. വമാ യൻതിഖു അനിൽ ഹവാ, ഇച്ഛപ്രകാരം സംസാരിക്കില്ല. തൊള്ളേ തോന്നിയത് പറയില്ല അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ദീനിന്റെ കാര്യം അള്ളാഹുവിന്റെ സമ്മതപ്രകാരം വഹയ്യ് പ്രകാരമല്ലാതെ സംസാരിക്കൂല. അങ്ങനെയാണ് ദീൻ. എന്താ ളുഹർ ഇങ്ങനെ, എന്താ അസർ ഇങ്ങനെ, എന്താ നിസ്കാരത്തിൽ ഇങ്ങനെ കൈവെക്കുന്നത്, എന്താ റുക്കൂ ഇങ്ങനെ, എന്താ സുജൂദ് ഇങ്ങനെ, ഇനി മാറ്റി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നമുക്ക് വല്ല ബുദ്ധി പ്രയോഗിക്കാൻ പറ്റുമോ? അതങ്ങനെയാണ്. അതിന്റെ കൈഫിയത്ത് അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മളെ പഠിപ്പിച്ചെന്നത് അതങ്ങനെ തന്നെ സ്വീകരിക്കുക. നമ്മൾ വളരെ വിദഗ്ധനായ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാ, എന്നാ രൂപം മാറ്റാൻ പറ്റും. വിദഗ്ധനായ ഒരു ഡോക്ടറാണ്, എന്നാ ദീനിൽ ഇടപെട്ടിട്ട് ഇസ്ലാമിന്റെ ഇബാദത്തിൽ വല്ല മാറ്റം വരുത്താൻ പറ്റുമോ? ഒന്നുമില്ല. അത് എത്ര വലിയ ആളാണെങ്കിലും ദീനിന്റെ ഇബാദത്ത് എല്ലാവർക്കും തുല്യ.
ഒരുപോലെ. അതില് അസുഖമുള്ളവർക്ക്, രോഗികൾക്ക് അതിനൊക്കെ ഇസ്ലാം അനുവദിച്ച ചില മാറ്റങ്ങളുണ്ടല്ലോ. അതെങ്ങനെ? അപ്പൊ മനുഷ്യൻ എന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണോ എന്ന് നമുക്ക് പരിശോധിക്കാം, അന്വേഷിക്കാം. അങ്ങനെ പരിശോധിച്ചാൽ തഖ്ദീമുൻ നഖ്ൽ അലൽ ആഖിലി, ബുദ്ധിയേക്കാൾ മുൻഗണന നൽകേണ്ടതും മുന്തിക്കേണ്ടതും പ്രമാണത്തിനാണ്. എന്തിനാ നമ്മൾ മുന്തിക്കേണ്ടത്? എന്തിനാണ്? ഒരു പ്രമാണം കിട്ടി, സ്വഹിയായ ഹദീസ് കിട്ടി. പക്ഷെ നമുക്ക് എത്ര ചിന്തിച്ചിട്ടും അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവണില്ല. എന്നാൽ നമ്മൾ മുന്തിക്കേണ്ടത് ഹദീസ് അവിടെ നിൽക്കട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. എന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹദീസിനെ മാറ്റുകയല്ല വേണ്ടത്, പിന്നെ പ്രമാണത്തെ സ്വീകരിക്കുകയും എന്റെ ബുദ്ധിയെ തൽക്കാലം മാറ്റിവെക്കുകയുമാണ് വേണ്ടത്. തഖ്ദീമുൻ നഖ്ൽ അലൽ അഖ്ൽ. മനസ്സിലായില്ലേ? അപ്പോൾ ആ ദീന് നമുക്ക് കറക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം അത് അള്ളാഹുവിന്റെ വഹി. അത് നമുക്ക് നമ്മുടെ കേവലം ബുദ്ധി കൊണ്ട് മനസ്സിലാവാത്തതാണ്. കേവലം ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാവാത്തതാണ്. അത് അള്ളാഹു തആല അതുകൊണ്ട് എന്ത് ഉദ്ദേശിച്ചു നമുക്കറിയില്ല. അത് പ്രമാണമാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാകണം, പറഞ്ഞതാകണം. അതിന്റെ പരമ്പര റെഡിയാകണം. അത് റെഡിയാണോ എന്ന് പരിശോധിച്ചാൽ പിന്നെ വേറെ തർക്കമില്ല, വേറെ തർക്കമേ ഇല്ല. ഖുർആൻ പറഞ്ഞ വാക്കെന്താണ്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ. ശരിക്കും മനസ്സിലാക്കണം. ഇന്നത്തെ ഖുത്ബയിൽ ഈ ഒരു ആയത്ത് മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഈ ഖുത്ബ കൊണ്ട് നാം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഈ ഒരൊറ്റ ആയത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന. ഒരു മുഅ്മിനിന് പാടില്ല, ഒരു മുഅ്മിനത്തായ സ്ത്രീക്കും പാടില്ല. എന്ത്? ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറ. അല്ലാഹുവും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യം തീർപ്പാക്കിയാൽ, ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതാണ് അതിന്റെ ഇസ്ലാമിക വിധി എന്ന് പറഞ്ഞാൽ, ഖുർആൻ പറഞ്ഞാൽ, സുന്നത്ത് പറഞ്ഞാൽ, ഹദീസിൽ വന്നാൽ, പ്രമാണത്തിൽ വന്നാൽ, ഏതുപോലെ യാത്രക്കാരന് 3 ദിവസം ഉഫന്റെ മേലെ തടവിയാൽ മതി. നാട്ടിൽ ജീവിക്കുന്ന മുഖീമായ നാട്ടുകാരനായ ഒരാൾക്ക് 1 ദിവസം ഉപയോഗിക്കാം. ഒതുവോട് കൂടിയാണ് ഉഫ അണിഞ്ഞതെങ്കിൽ ബാക്കി എല്ലാ അവയവങ്ങളും ഒന്നെടുത്തിട്ട് അതിന്റെ മേലെ തടവിയാൽ മതി. അലി റളിയല്ലാഹു പറയാണ്, ഇസ്ലാമിന്റെ ഓരോ കൽപ്പനകളും ബുദ്ധിക്ക്, നമുക്ക് തോന്നുന്ന ബുദ്ധിക്കടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ കുഫയുടെ അടിയിൽ തടവാനാ പറയേണ്ടത്. നമ്മളൊക്കെ മരുഭൂമിയിലൂടെയൊക്കെ നടന്നു വന്നിട്ട് പൊടിയൊക്കെ ഉണ്ടാവാൻ സാധ്യത കുഫയുടെ അടിയിലാണ്. പക്ഷെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടവി കാണിച്ചെന്നതോ കുഫയുടെ മേലെയാണ്. നമ്മള് സോക്സൊക്കെ ഉപയോഗിച്ചിട്ട് നടന്നു. അപ്പൊ തട്ടേണ്ടത് ശരിക്കും എവിടെയാണ്? അടിഭാഗത്താണ്. പക്ഷെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടവി കാണിച്ചു തന്നത് കുഫയുടെ മുകളിലാണ്. അപ്പൊ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാണിച്ചു തന്നോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഓരോ എന്തും വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം. പിന്നെ അതിൽ നമുക്കൊരു സ്വതന്ത്ര അഭിപ്രായമോ ഒരു സെലക്ഷനോ ഒരു വിശ്വാസിക്ക് ഒരു വിശ്വാസിനിക്ക് പാടില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അള്ളാന്റെ ദീന് ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഇതാ ഹദീസിൽ വന്നത്, ഇതാ സുന്നത്തിലുള്ളത്, ഇതാ പ്രമാണത്തിലുള്ളത്. പിന്നെ നമ്മളൊന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ആക്കിക്കൂടെ? ഒരു സെലക്ഷൻ, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു അഭിപ്രായം നമുക്കതിൽ പാടില്ല. ومن يعص الله ورسوله ومن يعص الله ورسوله. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനോടും ആരെങ്കിലും എതിർ കാണിച്ചാൽ, എതിർ പ്രവർത്തനം കാണിച്ചാൽ, ധിക്കാരം ചെയ്താൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിലാണ് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് പിന്നെ അതിൽ അധികാരങ്ങളൊന്നുമില്ല. ഹജ്ജിന്റെ കർമ്മം എങ്ങനെയാണ്? എന്തിനാ ഇപ്പൊ ജംറയിൽ എറിയാൻ പറയുന്നത്? അള്ളാഹ് നമ്മളോട് പറഞ്ഞു, ഹജറ ബീബി സഫേന്ന് മറവേക്ക് ഓടിയിന് നമ്മൾ എന്തിനാ ഓടുന്നത്? ഒരാൾ ചോദിക്കുക, എന്തിനാ അപ്പൊ നമ്മൾ ഓടുന്നത്? അന്ന് വെള്ളം കിട്ടുമോ നോക്കാൻ വേണ്ടി കുട്ടി വാവിട്ട് കരഞ്ഞപ്പോ ഓടിയതാ. നമ്മൾ എന്തിനാ വെറുതെ പൊട്ടന്മാരായി കുട്ടികളായിട്ട് ഇങ്ങനെ ഓടുന്നത്?
ഈ ചോദ്യത്തിന് എന്താ ഉത്തരം? ഹാജറ ബീവി ഓടിയത് തന്റെ മോന് വല്ല വെള്ളവും കിട്ടുമോ നോക്കാൻ ഈ കുന്ന് കയറും, തിരിച്ചങ്ങോട്ട് ഓടും, വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറും, എവിടെയെങ്കിലും വെള്ളം കാണുന്നുണ്ടോ നോക്കാനുള്ള ഓട്ട. നമ്മളോട് എന്തിനാ ഓടാൻ പറഞ്ഞത്? നമ്മൾ അള്ളാഹനെ അനുസരിക്കുന്നു, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അനുസരിക്കുന്നു. അതിലെന്ത് വേറെന്താ ബുദ്ധി? ജംറയില് ചെറിയ ചെരക്കല്ലെടുത്തിട്ട് 7 കല്ലെറിയാൻ പറഞ്ഞു. അത് ശൈത്താൻ എറിയാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞ പാകിസ്ഥാനികള് ചെരിപ്പൂരി എറിയ, ബാഗിൽ കല്ല് നിറച്ചു കൊടുത്തിട്ട് എറിയ. ഇത് തമാശ. അവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിലെന്ത് ബുദ്ധിയുള്ളത്? സാത്താൻ എറിയാൻ പറഞ്ഞ എറിയലാണിത്. ഇത് വെറുതെ ചെരക്കല്ലിങ്ങനെ ഇടുക. ശക്തമായ വലിയ കല്ലെടുത്ത് എറിയണ്ടേ? ഇനി കല്ലിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ഷൂവെങ്കിലും ഉരിത്തെറിയണം. കണ്ടോ അവന്റെ ബുദ്ധി വർക്ക് ചെയ്യാൻ. നിങ്ങൾ പോയൊക്കെ കാണാ, ചെരുപ്പ് ഊരിട്ടെറിയും. അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ചെരക്കല്ലെടുത്തിട്ട് ഇങ്ങനെ പതുക്കെ എറിയാൻ. അവിടേക്ക് എറിയാൻ പറഞ്ഞു. അത് ചെയ്യുക, അത് അനുസരിക്കലാണ്, അത് ദീനിനനുസരിക്കലാണ്. അതിന്റെ ഓരോ കർമ്മങ്ങളും ഹജ്ജിന്റെ മനാസിക്കുകളൊക്കെ നമ്മളിങ്ങനെ ബുദ്ധി കൊടുത്ത് ആലോചിക്കല. അങ്ങനെ ഏത് ഇബാദത്തിന് നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും. എന്താ സുജൂദില് ഈ കൈയിന്റെ മുട്ടുൾപ്പെടെ തട്ടിക്കൊണ്ട് നിലത്തിങ്ങനെ കിടന്നാൽ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പാടില്ല, ഇത് ഉയർത്തി വെക്കണം. ഇതിലൊരു ആട്ടിൻകുട്ടിക്ക് പോകാനുള്ള വിടവുണ്ടാകണം, അടുത്താക്ക് പ്രയാസം ഉണ്ടാവാത്ത വിധത്തിൽ കൈ ഇങ്ങനെ കുത്തി വെക്കണം പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ കിടക്കുന്നത് നായ കിടക്കുന്നത് പോലെ നിങ്ങൾ കിടക്കരുത് എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതാണ് ദീന്. അങ്ങനെ ദീനിനെ മനസ്സിലാക്കേണ്ടത്. ഈ മലയാളത്തിലൊക്കെ ഖുത്ബ കേൾക്കുന്ന ആളുകൾ വരെ, മുൻഗാമികളായ ആളുകളെ സ്വീകരിച്ചു പോരുന്ന, ആ സലഫുകളായ ആളുകളെ സ്വീകരിച്ചു പോരുന്ന ആളുകൾ എന്ന് പറയുന്നവർ വരെ ഇന്ന് സംസം വെള്ളത്തെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവന്റെ ബുദ്ധിയാണ്. ഇത് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? സംസം വെള്ളം കൊണ്ട് ഒരാള് മൂത്രയിക്കാൻ പോയിട്ട് കടിക്ക് വന്നിട്ടുണ്ട്, അപ്പൊ പിന്നെ അതിനെന്താ പ്രത്യേകതയുള്ളത്? കണ്ടോ, വലിയ വലിയ ചോദ്യങ്ങളാ ചോദിക്കുന്നത്. ഒരാൾ മൂത്രയിക്കാൻ പോയപ്പോ സംസം വെള്ളം കൊണ്ടുപോയി, അതിന് അങ്ങനെ ഒരാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് സംസം വെള്ളത്തിന്റെ പ്രത്യേകത കുറയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു മാഇ അലാ വജ്ഹിൽ അർദ്, ഭൂമിക്ക് മുകളിൽ ഖൈറു മാഇ അലാ വജ്ഹിൽ അർദ് മാഉ സംസം, ഭൂമിക്ക് മുകളിലുള്ള വെള്ളത്തിൽ ഏറ്റവും ഖൈറായ വെള്ളമാണ് സംസം. ആരാ പറഞ്ഞു? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീഹി തആമു മിന തഅം വശിഫാഉ മിന സഖം, അത് രോഗത്തിനുള്ള മരുന്നതിലുണ്ട്, ശമനമുണ്ട്. ഭക്ഷണം ആവശ്യമുള്ളവന് ഭക്ഷണം അതിലുണ്ട്. ആര് പറഞ്ഞതാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിം. പിന്നെ അതിനെ കളിയാക്കലല്ല, അതിനെ പരിഹസിക്കലല്ല. എന്നിട്ട് ചില ആളുകൾ ചോദിക്കുന്നു, ഇതൊക്കെ പരിഹസിക്കുകയും ചെയ്യും, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഹദീസ് നിഷേധിച്ചോ തള്ളിക്കളഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ആയിരക്കണക്കിന് ഹദീസുകളാണ് ഈ വിഷയത്തിൽ കേട്ടോ ഒരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളയും. അല്ലാഹു തആല അവർക്ക് പുനരാലോചന നടത്താനുള്ള സാഹചര്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടി ഉദ്ദേശത്തിലാ കുടിക്കുന്നത്? അതിനു വേണ്ടിയുള്ളതാണ് സംസം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഇത് മാഉൻ മുബാറക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അങ്ങനെ എത്ര വിഷയങ്ങളാണ് പലരും തള്ളിക്കളയുന്നത്. ഖബർ ശിക്ഷ അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. കണ്ണേർ സത്യമുണ്ട് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണേർ, സിഹിർ, ഇതിനൊക്കെ ആ പ്രയാസങ്ങളില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈത്താന്റെ ഉപദ്രവത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഒരു തമാശ ആണോ? അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറിൽ സത്യമുണ്ട്. എന്നിട്ട് അതിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച ആളുകൾ പറയാണ് അത് കണ്ണ് സത്യമാണ് എന്നാ പറഞ്ഞത്, പിന്നെ മൂക്ക് സത്യം, ചെവിയും സത്യം. അങ്ങനെ കണ്ട രീതിയില് ചെവി സത്യമാണ്, മൂക്ക് സത്യമാണ്. ഇപ്പൊ കണ്ണ് എല്ലാവർക്കും ഈ നോക്കിയാൽ കാണുന്ന ഒരു അവയവത്തെ കുറിച്ച് പിന്നെ കണ്ണ് സത്യമാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം. ഒരു മനുഷ്യനോട് പറയാണ് കണ്ണ് സത്യമാണ്. എന്ത് സത്യം? കണ്ണെല്ലാവർക്കും ഉണ്ട്, അത് സത്യമാണ്. അതാണോ അതിനർത്ഥം?
അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമുണ്ട്. ആർക്കൊക്കെ ഫലിക്കും നമുക്കറിയില്ല. അത് അല്ലാഹു തആല അതിലൂടെ പരീക്ഷിക്കാൻ ഒരാളെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പരീക്ഷിക്കും. ഈ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഇതിലൊരു സത്യമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തിനാവശ്യപ്പെടുന്നത്? ഇപ്പൊ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചില ആളുകൾ ഖബർ ശിക്ഷ ഒന്നുമില്ല, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അൽ ഐനു ഹഖ്ഖുൻ അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആര്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ പ്രാർത്ഥനകളുണ്ട്. اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري തുടങ്ങുന്ന ദുആ അതിന്റെ ശേഷം കാണാൻ പറയാം. ഞാനത് പറഞ്ഞത് കണ്ണീറിൽ സത്യമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഇനി നമ്മൾ ഗവേഷണം നടത്തിയിട്ട് എന്നാ എന്റെ തന്നെ നോക്ക്, എന്തെങ്കിലും പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മള് അതിനെ പരിഹസിക്കലല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിനോടുള്ള സമീപനം. ഇത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ, തങ്ങൾ പറഞ്ഞതാണോ ആണെങ്കിൽ ഞാനിതാ വിശ്വസിച്ചു, അംഗീകരിച്ചു. എല്ലാരും ഇങ്ങനെ സംശയത്തിന്റെ നേരിൽ നിൽക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ആരാ പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രാ മിഅ്റാജ് നടത്തിയെന്ന്? ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ഞാൻ വിശ്വസിച്ചു. കാരണം എന്താ? അള്ളാന്റെ റസൂലാ പറഞ്ഞത്. അതാണ് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി. കാരണം മനുഷ്യ വിരുദ്ധമായ ഒന്ന് അള്ളാഹു പറയില്ല, പ്രകൃതി വിരുദ്ധമായ ഒന്ന് അള്ളാഹുവിന്റെ ദീന് പറയില്ല. അപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് ഉറപ്പ് വന്നാൽ പിന്നെ അതിന്റെ പേരിൽ ഒരു സംശയത്തിന്റെയും ലെവലേശം, ഒരു സംശയത്തിന്റെയും ഒരു നിഴല് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. എല്ലാ വിഷയങ്ങളും ഇങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലരും അള്ളാന്റെ ദീന്, ഈ ഹക്ക്, തൗഹീദൊക്കെ മനസ്സിലാക്കിയ ആളുകൾ വരെ ഞങ്ങളൊന്നും ശിർക്കിലേക്ക് പോകാത്തവരാണ് എന്ന് ഉച്ചൈസ്തരം പറയുന്നവർ വരെ ഈ അർത്ഥത്തിലുള്ള നിഷേധ സ്വഭാവത്തിലേക്ക് കടന്നു പോകുന്നത്, അത് നാളെ പരലോകം നമുക്ക് നഷ്ടപ്പെടുന്ന ഗൗരവമായ ഒന്നാണ്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യത്തെ തള്ളിയാൽ എല്ലാത്തിനെയും തള്ളിയവനെ പോലെയാണ്. ഒന്നും സഹാബത്തൊക്കെ അതിൽ കാണിച്ച ജാഗ്രത എത്രയാണ്, അവരൊക്കെ കാണിച്ച സൂക്ഷ്മത എത്രയാണ്. ഒരാൾ സഹാബിയുടെ മുമ്പിൽ വെച്ച് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. ഞാൻ വിശദീകരിക്കണില്ല. അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഈ സഹാബിയുടെ മുമ്പിൽ വെച്ച് തുമ്മിയാൾ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ. ഈ തുമ്മിയാൾ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. തോന്നിയാസം എന്തേലും പറഞ്ഞു അയാൾ? ഇല്ല. തെറ്റെന്തേലും പറഞ്ഞു അയാൾ? ഇല്ല. അയാൾ നബിയുടെ പേരിൽ ഒരു സ്വലാത്തോ ഒരു സലാമും കൂടി പറഞ്ഞു തുമ്മിയപ്പോ. സഹാബി അയാളെ കൈപിടിച്ചു, ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ടവരാ ഞങ്ങൾ, നബിയെ കണ്ട് ഒപ്പം ജീവിച്ചവരാ ഞങ്ങൾ. അതാണ് സഹാബി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് തുമ്മിയവൻ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന. ഈ ബാക്കി പിറ്റേതുണ്ടല്ലോ ഒരു സ്വലാത്ത് ഒരു സലാമും കൂടി, അതാരാ പഠിപ്പിച്ചെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അങ്ങനെ ആരും പറഞ്ഞതല്ല, നബിയുടെ മേലൊരു സ്വലാത്ത് ഒരു സലാമും നല്ലതല്ല. ഇല്ല, പറ്റില്ല. അവിടെ തുമ്മിയവൻ പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. നബിയുടെ മേൽ എപ്പോഴും സ്വലാത്തല്ല, അതിന് പ്രശ്നമില്ല. പക്ഷെ തുമ്മിയാൽ ഇതിങ്ങനെ ഈ സഹാബിന്റെ മുമ്പിൽ വെച്ച് ഇയാളത് ചെയ്തു, ഇത് പിന്നെ റിപ്പോർട്ടായി. അപ്പൊ സഹാബി ഒന്നും മിണ്ടിയില്ല. പിന്നെ നമ്മളൊക്കെ എന്താ പഠിക്കുക? ഈ സഹാബിയുടെ പേരും വെച്ചിട്ട് എന്താ പിന്നെ പഠിക്കുക? തുമ്മിയാൽ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയണം. അങ്ങനെ പിന്നെ ഇത് കൈമാറി വരിക. സഹാബി പറഞ്ഞില്ല, അങ്ങനെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് പറയരുത്. കണ്ടോ എന്തിനാ അത്ര സൂക്ഷ്മത, അത്ര ജാഗ്രത എന്തിനാ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലെ, അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോ അയാൾ എന്താണ് ഇമാമ് പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്,
അവിടുത്തെ ആളുകളും ഭരണാധികാരിയും രാജ്യം ഭരിക്കുന്ന ആളും ഇമാമിനോട് ആവശ്യപ്പെടുന്ന എന്താണ്? പ്രശ്നമുണ്ട് അത് പറഞ്ഞിട്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം ഒതുങ്ങാൻ നിങ്ങൾ എന്ത് പറയണം? ഖുർആൻ ഖൽഖുല്ലാ, നമ്മളൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്നതുപോലെ ഖുർആനും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ല, അടുത്ത തലമുറക്ക് ഒരു റോങ് മെസ്സേജ് കൊടുത്തുകൊണ്ട് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തെറ്റായൊരു സന്ദേശം കൊടുത്ത് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി എത്ര കാലം ജയിലിലടച്ചാലും ഏത് ശിക്ഷ നേരിടേണ്ടി വന്നാലും ഞാൻ റെഡിയാണ്. ഖുർആൻ എന്നത് കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ സംസാരമാണ്. മാറ്റി പറയുന്ന പ്രശ്നമല്ല, ദീനാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒന്ന് പറയാനും കൂട്ടാനൊന്നും നമുക്ക് അധികാരമില്ല. ആ നിലക്ക് സഹോദരങ്ങളെ, ദീനിനെ ദീനായി മനസ്സിലാക്കാൻ ഒരു ഖുത്ബയിൽ നമുക്ക് കുറെ ഉദാഹരണങ്ങൾ പറയാൻ കഴിയില്ല. കാറ്റിന്റെ ബാക്കി എന്നോണം കുറെ കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ പഠിക്കാനുള്ള ഒരു ശ്രമം നമ്മളെല്ലാവരും നടത്തണം. അള്ളാഹു മുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണം കഴിഞ്ഞ് നമ്മൾ ചെന്ന് കിടക്കേണ്ട ഒരു ലോകാണ് ബർസഖ്. ചിലപ്പോ ബോഡി ഉണ്ടാവും, ചിലപ്പോ ബോഡി ഇല്ല. നമ്മളെ കണ്ണില്, നമ്മളെ കാഴ്ചയില് ബോഡി കിട്ടിയിട്ടില്ല. ഫ്ലൈറ്റ് അപകടമാണ്, കടലില വീണത്, ബോഡിയെ കിട്ടിയിട്ടില്ല. അയാൾക്കുണ്ട് ബർസഖ്, അയാൾക്കും ബർസഖ് ഉണ്ട്. കത്തിക്കരിഞ്ഞു പോയതാണ്, അയാൾക്കുണ്ട് ബർസഖ്. അത് ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ, ലോകം അവസാനിക്കുന്നത് വരെയുള്ള സമയത്തിനിടയിൽ, മരണത്തിനും അതിനുമിടയിലുള്ള സമയം അദ്ദേഹത്തിന്റെ ബർസഖാണ് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലും തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും നമ്മളെ പഠിപ്പിച്ചു. എല്ലാവർക്കും ആ ബർസഖ് ഉണ്ട്. ആ ബർസഖിൽ ചോദ്യങ്ങളുണ്ട്, ആ ഖബറിൽ ചോദ്യമുണ്ട്, ആ ഖബറിൽ ശിക്ഷാമുറകളുണ്ട്. അത് അംഗീകരിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ് നമ്മൾ. പണ്ഡിതന്മാരായ മുഴുവൻ ഇമാമിങ്ങളും പണ്ഡിതന്മാരും അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആ മുൻഗാമികളായ പണ്ഡിതന്മാരെല്ലാവരും അവരൊക്കെ പറയാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറയാ, ഉസൂലു സുന്നത്തി ഇൻദനാ, എന്നിട്ട് തുടർന്ന് ഇങ്ങനെ പറയാ, അൽ ഈമാനു ബി അദാബിൽ ഖബർ. അത് വിശ്വസിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇബ്നു ഖുതൈബ പറയാ, ലാ യഖ്തലിഫൂന ഫീ ഹാദിഹിൽ ഉസൂൽ, ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. എന്നിട്ട് ഖബർ ശിക്ഷ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്താ ലാഭം? അത് പറഞ്ഞിട്ട് എന്താ അവർക്ക് ലാഭം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച ആയിരക്കണക്കിന് ഹദീസുകൾ തള്ളി ഇങ്ങനെയൊന്നും ഇല്ല, ഖബർ ശിക്ഷ ഇല്ല, സംസം ഇല്ല കേട്ടോ, അതിന് പ്രത്യേകതയില്ല, ആ സിറാത്ത് പാലമില്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങള് ഇങ്ങനെ പഠിപ്പിച്ച് സമൂഹത്തെ മാറ്റിയിട്ട് ആ പഠിപ്പിക്കുന്നവർക്ക് എന്ത് ഉപകാരമുള്ളത്? എന്ത് നേട്ടമാണുള്ളത്? കടുത്ത ശിക്ഷ നാളെ പരലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരുമെന്നതല്ലാതെ എന്തുപകാരമാണ് അവർക്കുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖബറിൽ ചെന്ന് കിടക്കേണ്ടവരാണ് നമ്മൾ. ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ വെച്ചാൽ എല്ലാവർക്കും ഒരു ഞെരുക്കമുണ്ടെന്ന് പറഞ്ഞു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ പറയുന്ന സ്ഥലത്ത്, മുആദ് റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ പറയുന്ന സ്ഥലത്ത്, അല്ലെ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഒട്ടനവധി ചരിത്രങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിന്റെ ദീനിനെ ശരിയാവിധം പഠിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഇതൊരു വാശിയുടെ ലോകമല്ല. അള്ളാഹുവിന്റെ ദീന് എന്നത് നമുക്ക് അള്ളാഹു തആല തന്ന വലിയൊരു സമ്മാനമാണ്. കോടിക്കണക്കിന് മനുഷ്യർ, 800 കോടിയിലധികം മനുഷ്യരാണ് ലോകത്തുള്ളത്. അതില് നമ്മൾ വളരെ ചെറുതാണ്. ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യത്ത് നോക്കുമ്പോൾ നമ്മൾ ചെറിയ ശതമാനമാണ്.
ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചിലപ്പോ 2ാം സ്ഥാനത്തൊക്കെ വന്നേക്കാം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ മനുഷ്യർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ശതമാനം. കേരളം എന്ന് പറയുന്ന കൊച്ചു സ്റ്റേറ്റിൽ അല്ലേ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു തആല ഈ തൗഹീദിന്റെ വെളിച്ചം തന്നു. നമ്മുടെ ജില്ലയിൽ, നമ്മുടെ ഗ്രാമത്തിൽ എത്രയോ മനുഷ്യന്മാർ തൗഹീദിന്റെ വെളിച്ചം കിട്ടാത്തവരുണ്ട്, ഹദീസിന്റെ പ്രാധാന്യം അറിയാത്തവരുണ്ട്, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലുകൾക്ക് പ്രാധാന്യം മനസ്സിലാകാത്തവരുണ്ട്, അവിടുത്തെ പ്രവൃത്തികൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് ഈ തൗഹീദിന്റെ വെളിച്ചം നൽകി. പരിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ പ്രേരിപ്പിച്ചു. അല്ലേ പ്രിയപ്പെട്ടവർ, ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങളുള്ള സമ്പാദിച്ച മുഴുവൻ കോടികളും എവിടെയെങ്കിലും അടിയറ വെച്ചാലും കിട്ടാത്ത ഒന്നാണ് ഈ സന്മാർഗത്തിന്റെ വെളിച്ചം. അത് റബ്ബ് നമുക്ക് നൽകി. അത് ചെറിയ കാര്യമായി തോന്നരുത്, ചെറിയ കാര്യമായി തോന്നരുത്. നമ്മുടെ വാപ്പ അതിശക്തമായ മാരകമായ ഒരു ക്യാൻസർ ബാധിച്ചു മരിച്ചാലും വാപ്പാക്ക് ദീനുണ്ടോ? പേടിക്കണ്ട, ഭയപ്പെടണ്ട. പെടുന്നതിനുള്ള ഒരു അപകടത്തിൽ നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മൾ മരണപ്പെട്ടാലും അതൊരു പരീക്ഷണമാണ്. പക്ഷേ അതുവരെ നിലനിർത്തിപ്പോന്ന ദീന് തൗഹീദുള്ള ദീനാണോ? ഭയപ്പെടേണ്ട. പരലോകം എന്നത് വിശാലമാണ്. തീരാൻ ഒരിക്കലും തീരാത്ത, ഒരിക്കലും മുറിഞ്ഞു പോകാത്തൊരു ലോകത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അതുകൊണ്ട് എന്തിനാ ഭയപ്പെടുന്നത്? അപ്പൊ എന്ത് സമ്പാദിച്ചാലും ദീന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചതെല്ലാം വെറുതെയാണ്. ആ നിലക്ക് ദീനിനെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അല്ലാഹു അതിനുള്ള തൗഫീഖും സാഹചര്യവും സന്ദർഭവും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والمسلمين والمسلمات والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.